അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയിട്ട് കോളാമ്പികൾ നിശബ്ദമാകും. പിന്നെ ജനങ്ങൾക്ക് ചെവിതല കേട്ട് കിടക്കാം. പരസ്യ പ്രചരണം അവസാനിച്ചു എന്നർത്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദ പ്രചരണമാണ്. അതായത് വീട് വീടാന്തരം കയറി സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമൊക്കെ വോട്ട് ചോദിക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് വോട്ടർമാർക്കുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്യുകയൊക്കെയാണ് ഇനി നടക്കാറുള്ളത്. അതും കഴിഞ്ഞ് മറ്റന്നാൾ നേരം പുലരുമ്പോൾ, അതായത് 19-ാം തീയതി നിലമ്പൂരെ പ്രബുദ്ധരായ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലും. അവരുടെ മനസാക്ഷിക്കനുസരിച്ച് അവിടെ സമ്മതിദാനം രേഖപ്പെടുത്തും. അതെല്ലാം ഇലക്ട്രോണിക് യന്ത്രം ഏറ്റുവാങ്ങും. യന്ത്രം പിന്നെ കുറച്ച് ദിവസത്തേക്ക് സ്വസ്ഥമായി ഉറങ്ങും. അത് കഴിഞ്ഞ് 23-ാം തീയതി ഈ വോട്ടുകൾ എണ്ണും. ഏതാണ്ട് ഉച്ചയ്ക്ക് 11 മണി 11:30 ആകുമ്പോഴത്തേക്കും റിസൾട്ട് വരും. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയാണോ UDF സ്ഥാനാർത്ഥിയാണോ, അതോ സ്വതന്ത്രനായി മത്സരിക്കുന്ന തൃണമൂൽ സ്ഥാനാർത്ഥിയാണോ ജയിക്കുന്നത്, അതോ ഇനി അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് BJPയുടെയോ SDP-യുടെയോ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കുമോ, അതുമല്ലാതെ ഇനി സർവതന്ത്ര സ്വതന്ത്രന്മാരിൽ ആരെങ്കിലും ജയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് 23-ാം തീയതി ഉച്ചയോടുകൂടിയിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ തിരിഞ്ഞു നോക്കുന്നത് ഈ പ്രചരണ രംഗത്തുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചും ചില പ്രധാന വ്യക്തികളെക്കുറിച്ചുമാണ്. ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് VD സതീശൻ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ടീം സതീശൻ എന്ന് പറയാവുന്ന MLA-മാരും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ വളരെ വിദഗ്ധമായിട്ട് തന്ത്രപരമായിട്ട് തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധന്മാരാണ്. ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ ഇവരായിരുന്നു, പാലക്കാട്ടും അവരായിരുന്നു. അതേ ടീം തന്നെയാണ് നിലമ്പൂരും വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ചിട്ടയായ പ്രവർത്തനം സാധാരണ കോൺഗ്രസ്സുകാർക്ക് പതിവില്ലാത്തതാണ്. അത് വളരെ ഗംഭീരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ലീഗുകാരും ഇനിയൊരു ചീത്തപ്പേരുണ്ടാകണ്ട എന്ന് വിചാരിച്ച് അവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലീഗും കോൺഗ്രസും കൈകോർത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ സാധാരണഗതിയിൽ UDFന് ജയിക്കാവുന്ന മണ്ഡലമാണ് നിലമ്പൂർ. അവർക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ അവിടെയുള്ള ചില UDF നേതാക്കന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ജയം സുനിശ്ചിതമാണ്, യാതൊരു ആശങ്കയ്ക്കും ഇടയില്ല എന്നാണ്. പിന്നെ അതിന് പുറമെ ഈ ഐസ്ക്രീമിന് ചെറി വെക്കുന്ന പോലെ പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിൽ വന്നു. അവർ റോഡ് ഷോ നടത്തി വോട്ടർമാരെ കൈവീശി കാണിച്ചു. ഇന്ദിരാഗാന്ധിയെപ്പോലെ നെറ്റിയും മൂക്കുമുള്ള പ്രിയങ്ക ഗാന്ധിയെ കണ്ട് നിലമ്പൂരെ വോട്ടർമാർ മാത്രമല്ല കാട്ടിലെ വന്യമൃഗങ്ങൾ വരെ കോരിത്തരിച്ചു എന്നാണ് നമ്മളറിയുന്നത്. ഏതായാലും പ്രിയങ്കാജി വന്നുകൊണ്ട് എന്ത് വിശേഷമുണ്ടായി എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ വേറൊരാളുടെ പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മൻ്റെയാണ്. 2200-ലധികം വീടുകളിൽ കയറി ഇറക്കി വോട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിലമ്പൂർക്കാർക്ക് ചാണ്ടി കുഞ്ഞിനെ കാണാനും അദ്ദേഹത്താൽ വോട്ട് അഭ്യർത്ഥിക്കപ്പെടാനുമുള്ള ഭാഗ്യമുണ്ടായി. അതും ചെറിയ കാര്യമല്ല. LDFിലേക്ക് വരുമ്പോൾ LDFന് വേണ്ടി സഖാവ് പിണറായി വിജയൻ വന്നിരുന്നു. അദ്ദേഹം തനത് ശൈലിയിൽ മേഘഗർജനം പോലെയുള്ള പ്രസംഗം നടത്തി ഫാസിസത്തെയും സാമ്രാജ്യത്വത്തെയും ഇസ്രായേലിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അതിലെ ഓരോ വാക്കും ഓരോ അക്ഷരവും ഓരോ കുത്തും കോമയും സ്വരാജിൻ്റെ പെട്ടിയിൽ വോട്ടായിട്ട് വീഴും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. പിന്നെ പോരാത്തതിന് MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു, MA ബേബി ഉണ്ടായിരുന്നു, പിന്നെ DYFIയുടെ അഖില ലോക പ്രസിഡന്റ് സഖാവ് AR റഹീം ഉണ്ടായിരുന്നു. മറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. നേതാക്കന്മാരെ കൊണ്ടും നേതാക്കളെ കൊണ്ടും മാത്രമല്ല, സാംസ്കാരിക നായികമാരെ കൊണ്ടും നായകന്മാരെ കൊണ്ടും കൂടി മുഖരിതമായിരുന്നു LDFൻ്റെ പ്രചരണം. അപ്പോൾ ഈ സാംസ്കാരിക നായകരൊക്കെ വന്ന് വോട്ട് ചോദിച്ചതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ യാതൊരു സംശയത്തിന് അവകാശമില്ല. പിന്നെ സ്വരാജാണെങ്കിൽ വെടിച്ചില്ല് പോലുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ ഒരു കരിസ്മയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളുമൊക്കെ വോട്ടായിട്ട് മാറുകയാണെങ്കിൽ ഒരു സാധ്യത സ്വരാജിനുണ്ട്. ഷൗക്കത്തിൻ്റെ അത്രയും മെച്ചപ്പെട്ട ശക്തമായ ഒരു പീഠത്തിലല്ലാതെ നിൽക്കുന്നത് എങ്കിൽ പോലും ഒരു യുവ സഹജമായ ഉത്സാഹത്തോടും ആവേശത്തോടും ഊർജ്ജസ്വലതയോടും കൂടി മണ്ഡലത്തെ ഇളക്കി മറിക്കാനായിട്ട് സ്വരാജിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ CPMൻ്റെ ഗംഭീരമായ പ്രചരണ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാക്കാൻ കഴിയും. അത് ഒരു ചെറിയ പരിധിവരെ അവിടെ ഗുണകരമാകും. അതുപോലെ തന്നെ ഈ ഇസ്രായേലിനെതിരെ ഇറാന് പിന്തുണ കൊടുത്ത ആദ്യത്തെ നേതാവ് പിണറായി സഖാവാണ്. അപ്പോൾ സഖാവിൻ്റെ ആ വാക്കുകൾ അവിടെയുള്ള ഇറാൻ അനുകൂലികളിലെ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നേരെ മറിച്ച് നമ്മൾ അൻവറിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പുള്ളിയുടെ പ്രചരണമൊക്കെ കുറച്ച് മന്ദഗതിയിലായിരുന്നു. പക്ഷേ പിന്നെ അത് ഒന്നും കൂടി ഒരു മൊമെൻറ്റം കൈവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ജയിക്കില്ല എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാം, നമുക്കും അറിയാം. എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. PV അൻവർ ഒരു 20,000 വോട്ട് പിടിച്ചാൽ, അല്ലെങ്കിൽ 15,000 വോട്ടെങ്കിലും പിടിച്ചാൽ അദ്ദേഹം ചെറുതല്ലാത്തൊരു ശക്തിയാണ് എന്ന് അംഗീകരിക്കപ്പെടും. ഇപ്പോഴല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും അൻവറിനെ അംഗീകരിക്കാനായിട്ട് UDF സന്നദ്ധമാവും. VD സതീശനടക്കമുള്ള കോൺഗ്രസ്സുകാർ സന്നദ്ധരാകേണ്ടി വരും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു നേതാവിന് നിർണായകമാണെങ്കിൽ അത് നമ്മുടെ അൻവറിനാണ്. അൻവർ ഗണ്യമായിട്ട് വോട്ട് പിടിച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വിലയില്ലാത്ത വസ്തുവായിട്ട് വലിച്ചെറിയപ്പെടും. നേരെ മറിച്ച് സാമാന്യമായിട്ട് വോട്ട് പിടിക്കും. അദ്ദേഹം പിടിക്കുന്ന വോട്ടിൻ്റെ ഫലമായിട്ട് ആര്യൻ ഷൗക്കത്ത് തോൽക്കുകയോ അല്ലെങ്കിൽ തോറ്റ ഫലത്തോടുകൂടി ജയിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അൻവറിന് നിലമ്പൂരിൽ കൂടി തല ഉയർത്തി പിടിച്ച് മടങ്ങാൻ കഴിയും. പിന്നെ BJPയുടെ കാര്യമുണ്ട്. BJP മത്സരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ജയസാധ്യതയൊന്നുമില്ല. കാര്യമായ വോട്ട് പിടിക്കും എന്ന് പ്രതീക്ഷയില്ല. ജാമ്യസംഖ്യ തിരിച്ചു കിട്ടും എന്നും പ്രതീക്ഷയില്ല. നോട്ടയേക്കാൾ അല്പം ഭേദമായി എന്ന വിശ്വാസത്തിൽ മാത്രമാണ് അവർ മത്സരിക്കുന്നത്. SDPയുടെ കാര്യവും പറയേണ്ടതില്ല. അവർ സാക്ഷാൽ SDPക്കാരുടെ, സാക്ഷാൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് സ്വന്തം സ്ഥാനാർത്ഥിക്ക് കിട്ടുകയില്ല. വല്ല സാധുക്കളൊക്കെ വോട്ട് ചെയ്താൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കാരുടെ വോട്ട് അത് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് മറിച്ച് വെക്കാനാണ് സാധ്യത. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആര് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിലമ്പൂർക്കാർക്ക് നേരത്തെ അറിയാം. എനിക്കും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അത് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാനും സംയമനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ മിതത്വം പാലിക്കുകയാണ്. ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിലാവില്ല, തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കുകയും ചെയ്യും. അതിലും സംശയം വേണ്ട. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, അടുത്ത അവസരത്തിൽ പറയാവുന്നതാണ്. നിലമ്പൂരെ എല്ലാ വോട്ടർമാർക്കും മംഗളാശംസകൾ നേരുന്നു. തെരഞ്ഞെടുപ്പ് വലിയ വിജയമായി തീരട്ടെ. ജനാധിപത്യ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.